പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. തെളിവുകൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇത് വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോഴും ആ സ്ത്രീ ആരാണ്, ആ സ്ത്രീ എന്തിനാ അയോധ്യയ്ക്ക് പണം കയ്യിൽ നൽകി, ആ സ്ത്രീ എന്തിന് BJP നേതാക്കളുടെ കൂടെയുള്ള കാറിൽ കയറിയിരുന്നു, ഇപ്പോൾ കൂടുതൽ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ BJPയുമായി ബന്ധമുള്ള യുവതിയാണ് അതെന്ന് നമുക്ക് ഏകദേശം ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. മറുപടി പറയാൻ ശോഭാ സുരേന്ദ്രന് കഴിയാത്തോടത്തോളം കാലം പ്രതിരോധത്തിലാണ് BJP. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ വിശദീകരണം വന്നിരിക്കുന്നു. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്ന പരാതിയിൽ ഫ്ലൈയിങ് സ്ക്വാഡ് അന്വേഷണം നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. ഏപ്രിൽ 8-ന് പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ തെരുവക്കുറിശി ഭാഗത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം വിതരണം ചെയ്തുവെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതി. ഉടൻ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡിനെ സ്ഥലത്തേക്ക് അയച്ചു. മാധ്യമങ്ങളിൽ പരാമർശിക്കപ്പെട്ട കണ്ണാടി സ്വദേശി ശ്രീമതി ദേവുവിന്റെ, അതായത് 65 വയസ്സുള്ള വയോധികയാണ്, അവരുടെ മൊഴി ഫ്ലൈയിങ് സ്ക്വാഡ് രേഖപ്പെടുത്തി. എന്നാൽ തനിക്ക് പണം ലഭിച്ചിട്ടില്ല എന്ന വിശദീകരണമാണ് അവർ ഈ സ്ക്വാഡിന് മുൻപാകെ നൽകിയത്. എന്നിരുന്നാലും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെയും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അതായത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കും പോലീസ് വിഭാഗത്തിനും ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കൂടുതൽ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയത്. അതായത് ഈ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി പോലീസ് സ്വീകരിക്കും എന്നാണ് ഇതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കാണ് ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ, വ്യക്തതയുള്ള ക്ലാരിറ്റിയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഈ കോൺഗ്രസ് ഇന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഒരു വയോധികയ്ക്ക് ഒരു വെള്ള ചുരിദാറിട്ട സ്ത്രീ പണം നൽകുന്നത് നമുക്ക് കാണാമായിരുന്നു. ആ സ്ത്രീ ആരാണ് എന്നുള്ളതായിരുന്നു ഈ നിമിഷം വരെയുള്ള ചോദ്യം. ആ ചോദ്യത്തിലുള്ള ഉത്തരം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇത് ശിവരാജ് സിംഗ് ചൗഹാൻ, BJPയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ പാലക്കാടേക്ക് വന്നപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിന് വേണ്ടി വന്ന സമയത്ത് ആ പുറകിൽ നിൽക്കുന്ന യുവതിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരാണ് ഇന്ന് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ട ആ വീഡിയോയിൽ വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ എന്ന് വ്യക്തമാണ്.